നമസ്കാരം, ഞാൻ മൃണാൾ. പലരും റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറേ സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ലോജിക്ക് നന്നായി നടക്കുന്നൊരു റെസ്റ്റോറൻറ്റ്, അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം, ഇപ്പോൾ ഞാനാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക, പുതിയൊരു റെസ്റ്റോറൻറ്റ്, നന്നായി നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും, ഫ്രണ്ട്സിൻ്റെ കൂടെ, ഒറ്റയ്ക്ക്, ഫാമിലി ആയിട്ട് ഒക്കെ. അവിടെ പോകുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കറികൾ സ്വാഭാവികമായിട്ട് ഉണ്ടായി വരും അല്ലേ ഇല്ലേ. ഇപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ചിക്കൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് അവിടുത്തെ ചൈനീസ് ഇഷ്ടപ്പെട്ടു, പൊറോട്ട നല്ലത്, അപ്പോൾ ഇങ്ങനെ അറ്റം മുരിഞ്ഞുരിഞ്ഞിരിക്കുന്ന അപ്പം, ഭയങ്കര നല്ല സാലഡ്സ്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മളിതിങ്ങനെ സംസാരിക്കുമല്ലോ ആളുകളോട്, അവിടെ പോയിട്ടുള്ള ആളുകളോട്, അല്ലെങ്കിൽ അവിടെ പോകണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അവിടുത്തെ അപ്പം നല്ലതാണ്, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, പിന്നെ ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനത്തെ അപ്പം വേറെ റെസ്റ്റോറൻറ്റ്സിലൊന്നും കിട്ടില്ല, ഇങ്ങനെയൊക്കെ പലരും പറയും. അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഭയങ്കര രൂഢമൂലമാവും ആ വിശ്വാസം. അവിടുത്തെ അപ്പം സൂപ്പറാണ്, വേറെ എവിടെയും അങ്ങനെ കിട്ടാറില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, ഈവൻ വീട്ടിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മനസ്സിൽ ഉറച്ചു പോവും ആ റെസ്റ്റോറൻറ്റും ആ റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരും അവിടുത്തെ സെറ്റപ്പൊക്കെ സൂപ്പറാണ്. നമുക്കൊരു തെറ്റിദ്ധാരണ വരും, ആ ജോലിക്കാരാണ് ആ റെസ്റ്റോറൻറ്റ് അങ്ങനെ ആക്കിയതെന്ന്. തെറ്റിദ്ധാരണ എന്ന് ഞാൻ പറയാൻ കാരണം, ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ചിലപ്പോൾ 30 കൊല്ലം മുമ്പായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പാരൻറ്റ് ബ്രാൻഡ് തുടങ്ങിയത് 40 കൊല്ലം മുമ്പായിരിക്കും, അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറി വരുന്നതായിരിക്കും. ആ ബ്രാൻഡിൻ്റെ കുറേ വിശ്വാസങ്ങളും കുറേ എത്തിക്സും കുറേ വാല്യൂസും ഒക്കെ ഉണ്ടാവും. 60 കൊല്ലമായിട്ടൊക്കെ അങ്ങനെ തുടർന്ന് വരുന്ന, ഇന്നും ആ ട്രെയിനിങ് പാറ്റേൺ തുടരുന്ന സംഭവങ്ങളുണ്ട്. അവർ ചിലപ്പോൾ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങും, 3 വർഷമായിട്ടുണ്ടാവുള്ളൂ, അവിടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 3 വർഷം കൊണ്ട് ഇത് അച്ചീവ് ചെയ്തു. സത്യത്തിൽ നമുക്കറിയില്ല ഇത് മറ്റേ വലിയ ഗ്രൂപ്പിൻ്റെയാണ്, കാരണം അതൊന്നും പലരും എഴുതി വെക്കാറ് പോലുമില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് അവിടുത്തെ മാനേജരെയാണ് നമ്മൾ കാണുന്നത്. ആ മാനേജർ ഉഷാറാണ്. ഈ മാനേജറെ പൊക്കിയാൽ എൻ്റെ മാനേജറാക്കി എനിക്കൊരു നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങാം. നമ്മളിങ്ങനെ മെല്ലെ ആ മാനേജറെ ചാക്കിട്ട്, ഇതൊക്കെ കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ കാലം കൊണ്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. അയാളെ മെല്ലെ ചാക്കിട്ട് അയാൾക്കൊരു ശമ്പളമൊക്കെ പറഞ്ഞു ഉറപ്പിച്ച്, അയാൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് ഒരു 40,000 രൂപ ശമ്പളമുണ്ട്. അപ്പോൾ നമ്മൾ 50,000 ഓഫർ ചെയ്യും. നമുക്ക് തോന്നുകയും ചെയ്യും, ഇത്രയും മിടുക്കനായിട്ടുള്ള, ഇത്രയും ലാഭം ഉണ്ടാക്കി തരാൻ പ്രാപ്തനായിട്ടുള്ള, ഇത്രയും കഴിവുള്ളവരാൾക്ക് 40,000 ശമ്പളമുള്ളൂ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ അയാൾ തന്നെ ചോദിച്ചൊന്നും വരും. എന്നിട്ട് 50,000 ഓഫർ ചെയ്യും. എന്നിട്ട് അയാളെ കൊണ്ട് മെല്ലെ കുക്കുമാരെ പരിചയപ്പെടും, അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം കേട്ടോ, കുക്കുമാരെ പരിചയപ്പെട്ട് മാനേജറെ പരിചയപ്പെടലും ആവാം. ആരാ നിങ്ങളുടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്, എന്തൊരു ടേസ്റ്റാണ് ആ പച്ചക്കുരുമുളക് തവയ്ക്ക്, ഫൂഫ്, അയാളെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ അയാളെ കാണും. മോനെ നിൻ്റെ ശമ്പളം എത്രയാണ്? എനിക്കിപ്പോൾ 28,000 രൂപ. 28,000 ഉള്ളൂ, എനിക്ക് 35 തരും. അങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്ത് ആ റെസ്റ്റോറൻറ്റിൽ ഒരു 10-15 സ്റ്റാഫിലേക്ക് എത്തും. നമുക്ക് ഉള്ളിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തരുന്ന, അത് കുക്ക് ചെയ്യുന്ന, സെർവ് ചെയ്യുന്ന എല്ലാവരിലേക്കും നമ്മളെത്തും. എന്നിട്ട് നമ്മൾ ഇവരെല്ലാം സെറ്റ് ചെയ്യും. ഇന്ന ദിവസം റിസൈൻ ചെയ്തോ, എല്ലാവരും ഒരുമിച്ച് റിസൈൻ ചെയ്യണ്ട കേട്ടോ, അപ്പോൾ അവർക്ക് സംശയം തോന്നും. അപ്പം മെല്ലെ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഈ മാനേജറുടെയും ഈ കുക്കിൻ്റെയൊക്കെ നിർദ്ദേശവും അത് അവരുടെ എക്സ്പീരിയൻസും ഒക്കെ കണക്കിലെടുത്ത് അവർ പറയുന്നത് പോലെ സംഭവം സെറ്റ് ചെയ്യുന്നു. റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. ഇങ്ങനെ തുടങ്ങിയ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്, ഒരെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഒരാളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഹയർ ചെയ്തതിനെ കുറിച്ചല്ല. അതിപ്പോൾ എന്തായാലും ഒരാളെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ അയാൾ എവിടെയെങ്കിലും ജോലി ചെയ്യായിരിക്കും, അതിപ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് 2-3 പേരെ മാക്സിമം ഹയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാതെ സ്റ്റാഫിനെ കഷ്ടപ്പെടുത്തുന്ന ഒരു മഹാവൃത്തിയായിട്ട മാനേജ്മെൻറ്റുള്ളൊരു സ്ഥലത്തുനിന്ന് പിള്ളേർക്കൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മുടെ പുറകെ നടന്ന് സാറേ ഒരു ജോലി തരുമോ, അല്ലെങ്കിൽ ചേട്ടാ ഒരു ജോലി തരുമോ, ചേച്ചി എന്തെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് അവരെ ഒരു 5-6 പേരെ കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? ഇത് ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടുവന്ന് അവിടുത്തെ സിസ്റ്റംസ് കോപ്പി അടിച്ച്, അവിടുത്തെ സംഭവങ്ങൾ കോപ്പി അടിച്ച്, ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് മെനുവിൽ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മെനുകളിലെ പേരുകൾ വേറെ റെസ്റ്റോറൻറ്റുകളിൽ. ഞാനങ്ങനെ വലിയ ആളൊന്നുമല്ല, എന്നെക്കാളും എത്രയോ കഴിവുള്ള ആയിരക്കണക്കിന് മലയാളികൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ എനിക്ക് വരെ ഈ ദുർഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഡിഷ്, ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഡിഷ്, ഞാൻ പേരിട്ടിട്ടുള്ള ഡിഷ്, ഇതേ പ്ലേറ്റിങ്ങിൽ, ഇതേ പ്രസൻറ്റേഷനിൽ, ഇതേ പേരിൽ വേറൊരു റെസ്റ്റോറൻറ്റിൽ എവിടെയോ, ചിലപ്പോൾ ഇന്ത്യയിൽ ചെയ്തത് മിഡിൽ ഈസ്റ്റിൽ കാണാം, അല്ലെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ചെയ്തു കൊടുത്തത് ഖത്തറിൽ കാണാം. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എന്തിനാ അങ്ങനെ ഒരു ഡിഷ് കോപ്പി അടിക്കുന്നത്? ഓക്കെ, ഷെഫ് പിള്ള നിർവാണ ഉണ്ടാക്കി അല്ലേ,
അറിയാമല്ലോ നിങ്ങൾക്ക്. എത്ര റെസ്റ്റോറൻറ്റാണ് നിർമ്മാണ സെർവ് ചെയ്യുന്നതെന്നറിയാം. നല്ല കാര്യം, അത് അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന നല്ല കാര്യം. പക്ഷെ ഒരു സാധനം കിട്ടുമ്പോൾ അതെനിക്ക് വേണം, അതിൻ്റെ പുറകിലെ കഷ്ടപ്പാടില്ലേ. പിന്നെ അദ്ദേഹം ഒന്നും പറയില്ല, സൗമ്യനായിട്ടുള്ള മനുഷ്യൻ. ഞാനിപ്പോൾ സൗമ്യനല്ല, ക്രൂരനാണ്. ഞാനായാലും ഒന്നും പറയാറില്ല. പക്ഷെ എന്നാലും എന്തിനങ്ങനെ ചെയ്യുന്നത്? നല്ലൊരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ പോലെ ചുമരുകൾ, ആ പ്രോപ്പർട്ടിയുടെ പോലെ ലൈറ്റിങ്, ആ പ്രോപ്പർട്ടിയുടെ പോലെ പെയിൻറ്റിങ്, ആ പ്രോപ്പർട്ടിയുടെ കളർ സ്കീം, ഇതെല്ലാം ചെയ്തിട്ടും അവിടുന്ന് സ്റ്റാഫിനെ പൊക്കി കൊണ്ടുവന്നിട്ടും 10-15 സ്റ്റാഫിനെ പൊക്കി കൊണ്ടുവന്നിട്ടും ഇതൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്ക് അവരുടെ തെറ്റ് പിന്നീട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ തെറ്റ് മനസ്സിലാവുമ്പോഴേക്ക് വൈകി പോയിട്ടുണ്ടാവും. ഇൻവെസ്റ്റ് ചെയ്ത പൈസ, സൽപ്പേര് എല്ലാം പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാം? മാനേജറല്ല റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്. അതാണ് പ്രശ്നം. മാനേജർക്ക് അറിയില്ല. മാനേജർക്ക് അറിയാം, എന്തറിയാം? അയാളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാൻ അറിയാം. അതിൻ്റെ അപ്പുറത്താണ് റെസ്റ്റോറൻറ്റ്. ഷെഫ്, അയാൾക്ക് അറിയാം, എന്തറിയാം? പ്രൊഡക്ഷൻ അറിയാം, അത്രേ അറിയുള്ളൂ. അതിനപ്പുറത്താണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നോക്കി നടത്തുന്ന ഒരു ലീഡറുടെ വിഷനാണ് റെസ്റ്റോറൻറ്റ്. ആ വിഷൻ എന്ന് പറയുന്നൊരു സാധനമാണ്. അതിൽ നിന്നാണ് ഇത് ഉണ്ടായി വരുന്നത്. ഒരു ഉദാഹരണത്തിന് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിന്നറുണ്ട് കേരളത്തിൽ. അതിന് പറയുക ഗവർണേഴ്സ് ഡിന്നർ എന്നാണ്. അതൊരു പ്രത്യേക സ്ഥലത്ത് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർപ്രൈസ് ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ആ പറയുന്നതിൽ അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോക്ക് പ്രയോജനമില്ല. ഈ ഗവർണേഴ്സ് ഡിന്നർ എന്ന് പറയുന്ന ഐഡിയ വന്നത് ഏതോ ഒരു ട്രാവൽ ഏജൻറ്റ്, ഒരു ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയാം. അവർ ഒരു ഐഡിയ പറയാണ്. ഒരു ഗ്രൂപ്പിനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് അവർ, വിദേശത്തുനിന്ന്. അപ്പോൾ പറയാണ്, പണ്ട് ബ്രിട്ടീഷ് ഗവർണേഴ്സ് ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമോ, അങ്ങനെ ഒരു ഡിന്നർ നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ, 10-20 പേർക്ക്. ഈ ഐഡിയ എന്നൊരു സ്പാർക്ക് കിട്ടിയപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് ഗവർണർ എങ്ങനെയാണ് ഇത് ഹോസ്റ്റ് ചെയ്തിരുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് റിസർച്ച് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. യെസ്. അപ്പോൾ അവരിത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഹോട്ടൽ ഗ്രൂപ്പ് ഇത് സീരിയസ് ആയി എടുത്തു. അവരുടെ ഒരു റെസ്റ്റോറൻറ്റിൽ അവർ ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ ഒരുപാട് എലമെൻറ്റ്സ് അവിടെ ഉണ്ട്. അവർക്ക് ഇപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഗവർണേഴ്സ് ഡിന്നർ. ഇപ്പം ഞാനും നിങ്ങളും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യണം. നമ്മൾ അവിടെ എത്തിപ്പെട്ടു എന്ന് വെച്ചാൽ ഈ ഒരു ഗവർണർ ഡിന്നർ നമ്മൾ കഴിക്കുകയാണ്. നമുക്ക് തോന്നുന്ന ഒരു ധാരണ അവിടുത്തെ സ്റ്റാഫ്, അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുക്കുമാരും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മാനേജർമാരുമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തതെന്ന്. അല്ല, ബിഹൈൻഡ് ദ സീനാണ് സാറേ, അല്ലേ മാഡം. നമ്മൾ കാണുന്ന ഒരു കറി, ഒരു മാങ്ങാ കറി ടേബിളിലുള്ള, അത് ടോട്ടൽ വർക്കിന് 20% ആവുന്നുള്ളൂ. അതിൻ്റെ സർവീസും അതിൻ്റെ പ്രൊഡക്ഷനും എല്ലാം. ബാക്കി 80% വർക്ക് നമ്മൾ ഒരിക്കലും കാണാത്ത കർട്ടൻ്റെ എത്രയോ പുറകിലുള്ള ആളുകൾ ചെയ്തതാണ്. ഇപ്പോൾ ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് ചെറിയ പരിചയം ഉണ്ടാവും, എവിടെയെങ്കിലും കണ്ടാലും അറിയുന്നുണ്ടാവും. പക്ഷേ എന്നെക്കാളും മിടുക്കന്മാരായിട്ടുള്ള ആയിരക്കണക്കിന് മലയാളികൾ ഈ വിഷയത്തിൽ പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മേജർ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് തന്നെ നമ്മളാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് പല സ്ഥലത്തും പോയി കാണുമ്പോൾ. അവരൊന്നും നമുക്കാർക്കും അറിയില്ല. അവരാണ് ഈ പണിയെടുക്കുന്നത്. അവർ ഓണേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വളരെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും. അവർ പുറത്തിറങ്ങില്ല, ചിലപ്പോൾ ഒരു റൂമിലായിരിക്കും, ഒരു കമ്പ്യൂട്ടറിലായിരിക്കും, മീറ്റിംഗ്സ് ആയിരിക്കും, ഒരു പല സ്ഥലത്ത് യാത്ര ചെയ്യായിരിക്കും, റിസർച്ച് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ കിച്ചണിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയായിരിക്കും. അതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അവരെ നമ്മളാരും കാണില്ല, അവരെ നമ്മളാരും ഹയർ ചെയ്യില്ല, അവരെ ഹയർ ചെയ്യാൻ കിട്ടൂല. കാരണം ഒരു സ്ഥാനത്തിൻ്റെ ഓണർ പിടിച്ചിട്ട് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഗവർണേഴ്സ് ഡിന്നർ എന്ന് പറയുന്ന വിഷൻ ഇതിൻ്റെ ഓണർക്ക് കിട്ടുകയാണ്, ഇതിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റിന് കിട്ടുകയാണ്. എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ് നമുക്ക് ഇനി ഫെർദർ റിസർച്ച് ചെയ്യാം. എന്നിട്ട് അവരങ്ങനെ ഓരോ ഗവർണേഴ്സ് ഡിന്നറും ബെറ്ററാക്കി കൊണ്ടുവന്നു. 10,000 രൂപയാണ് ഒരു ഗവർണേഴ്സ് ഡിന്നറിന് ലാസ്റ്റ് ചാർജ് ചെയ്തത്. ഒരു ഗസ്റ്റിന് ഒരു ഡിന്നർ. അത് ബുക്കിങ്ങിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്ന സാധനമാണ്. നമ്മളവിടെ പോയിട്ട് അവിടുത്തെ കുക്കും അവിടുത്തെ മാനേജറുമാണ് അത് ചെയ്തത് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ നമ്മൾ മണ്ടന്മാരാവും. നമ്മളവരെ ഹയർ ചെയ്താൽ അവർക്ക് ഇതൊന്നും ചെയ്യാനും പറ്റില്ല. എന്തിന് ആ ഗവർണേഴ്സ് ഡിന്നറിൽ യൂസ് ചെയ്യുന്ന പങ്ക എവിടെ നിന്നാണ് മേടിച്ചതെന്ന് പോലും ചിലപ്പോൾ അവിടെയുള്ളവർക്ക് അറിയുന്നുണ്ടാവില്ല. എന്ന് വെച്ച് കേപ്പബിൾ ആയിട്ടുള്ള മാനേജേഴ്സ് ഇല്ലയെന്നോ കേപ്പബിൾ ആയിട്ടുള്ള കുക്കുമാരില്ലയെന്നോ അവർക്ക് കഴിവില്ലയെന്നോ അല്ല. യെസ്, ദേ ആർ സൂപ്പർ ഗുഡ്. അവരില്ലാതെ ഇതൊന്നും നടക്കില്ല. എന്ത് വിഷൻ ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ കഴിവും അവരുടെ ടീം വർക്കിൻ്റെ ഗുണവും അവരുടെ പെർസിസ്റ്റൻസും അവരുടെ ഹാർഡ് വർക്കും അവരുടെ പഠിക്കാനുള്ള താല്പര്യവും അവരുടെ ഗസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ഇൻതൂസിയാസും ഒക്കെ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷേ അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കുന്ന ഇൻവിൻസിബിളായിട്ടുള്ള കർട്ടന് പുറകിലുള്ള ആളുകളുണ്ട്. അവരെ നമുക്ക് ഹയർ ചെയ്യാൻ കിട്ടില്ല, അവരെ നമുക്ക് പൊക്കാൻ കിട്ടില്ല, അവരെ നമുക്ക് പോച്ച് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടീമിനെ ഒരു നന്നായി നടക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു 10-15 പേരെ കൂടുതൽ ശമ്പളം കൊടുത്ത് പൊക്കിക്കൊണ്ടുപോയി ഹയർ ചെയ്ത് കൊണ്ടുപോയി ഒരു പുതിയ റെസ്റ്റോറൻറ്റ് നടത്തിയാൽ അതെവിടെ എത്തൂല്ല.
കാരണം റോഡ് ബ്ലോക്ക്സ് വരും, ഓരോ ഇഷ്യൂസ് വരാൻ തുടങ്ങും. അതിന് അവർക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. കാരണം അവർക്ക് മുമ്പ് അങ്ങനത്തെ റോഡ് ബ്ലോക്ക്സും ഇഷ്യൂസും വന്നപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തത് ഈ നേരത്തെ പറഞ്ഞ വിഷണറി ആയിട്ടുള്ള ആൾക്കാരാണ്. താങ്ക് യു.